നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 10 കൊല്ലം ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് ഭരിച്ചാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയുന്ന ഭരണവിരുദ്ധ വികാരം അതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ആ രീതിയിൽ 10 കൊല്ലം ഭരിച്ചതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം അല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മറിച്ചൊരു പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ് വാസ്തവത്തിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയുടെ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് പ്രഥമമായ പരിഗണന. ഞങ്ങൾ 2016-ലും 2021-ലും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും 98-99% വാഗ്ദാനങ്ങളും ഞങ്ങൾ നിറവേറ്റി എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ഇതിൽ നമ്മുടെ UDF സ്നേഹിതന്മാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യരംഗം തകർന്നു എന്നാണ്. ഞാൻ ഇവരോട് ചോദിക്കുന്നത്, ഈ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ സോയ എൻ്റെ അടുത്ത സഹോദരിയാണ്. 2016 തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു ദിവസത്തെ OP 412, 450, 480 വരെയാണ്. 500 കണക്കില്ല. ഇപ്പോൾ 2700 OP. അവിടെ നടക്കുന്ന ഓപ്പറേഷൻ, അവിടെ കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കാത്ത് ലാബ് വന്നു. അവിടെ കീമോതെറാപ്പി ഉണ്ടായിരുന്നില്ല, കീമോതെറാപ്പി അവിടെ വന്നു. അവിടെ ഒപ്താൽമോളജി ആണെങ്കിലും അവിടെ ഡയാലിസിസ് യൂണിറ്റ് ആണെങ്കിലും അവിടെ വന്നു. 136 കോടി രൂപയുടെ കിഫ്ബിയുടെ 1,76,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഏറ്റവും ആധുനിക സൗകര്യത്തോടെ കെട്ടിടത്തിൽ നിർമ്മാണം അവിടെ ആരംഭിച്ചു. തൊട്ടപ്പുറത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള 27 കോടി രൂപയുടെ വികസന പദ്ധതിയോട് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. ഇത്ര നല്ല ആരോഗ്യ സംവിധാനം തൃശ്ശൂരുണ്ടായിട്ട് എന്തിനാ പിണറായി വിജയൻ കൊല്ലത്തില് 2 പ്രാവശ്യം അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോണേ? കത്രിക വയറ്റിൽ കൊടുക്കുന്ന പേടി കൊണ്ടാണോ? അതൊക്കെ പല നേതാക്കന്മാരും ഇപ്പോ കെ സുധാകരൻ അമേരിക്കയിൽ പോയല്ലോ, സോണിയാഗാന്ധി പോയല്ലോ. പോകുന്നുണ്ട്. അവിടെ സോണിയാഗാന്ധി പോയല്ലോ. സോണിയാഗാന്ധി പോയല്ലോ. അപ്പൊ ചില രോഗങ്ങൾക്ക് സോണിയാഗാന്ധി പോകുന്നുണ്ടോന്നല്ല എന്റെ ചോദ്യം. ചികിത്സകൾക്ക് ചിലപ്പോൾ നരേന്ദ്രമോദി പോയിട്ടുണ്ടാവും, കേന്ദ്രമന്ത്രി പോകുന്നില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?